എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആലു പൊറോട്ട. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാമേ. അതിനായിട്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങണം. ആദ്യമേ നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് ഉപ്പും ഒരു 2 ടീസ്പൂൺ എണ്ണയും ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിനകത്ത് അയമോദകം ഒരു 2 നുള്ളിട്ടു. ഇനി വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചടിക്കാം ഗോതമ്പ് പൊടിയെ. ഒരുപാട് ലൈറ്റുമല്ല ഒരുപാട് ലൂസുമല്ല, അങ്ങനെയാണ് കുഴച്ചെടുക്കേണ്ടത്. പൂരി ഉണ്ടാക്കുന്നതിനേക്കാട്ടിലും ഇച്ചിരി കൂടെ ലൂസായിട്ട് ഉണ്ട്. ഇതുപോലെ ഇനി നമ്മൾ ഉരുളക്കിഴങ്ങ് പൊളിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് ഒരു മണിക്കൂർ മുമ്പെങ്കിലും പുഴുങ്ങി വെക്കണം. ചൂട് ഉരുളക്കിഴങ്ങ് എടുക്കരുത്. ഉരുളക്കിഴങ്ങ് ഇച്ചിരി തണുക്കണം. 1 മണിക്കൂർ മുമ്പ് ഒരു കുക്കറിലോട്ടിട്ട് ഒരു 4 വിസിലടിച്ചാൽ ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടും. ഓരോരുത്തരും എടുക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ വലിപ്പമൊക്കെ അനുസരിച്ചാണ് വിസിലടിക്കേണ്ടത്. ഉടച്ച ഉരുളക്കിഴങ്ങിലോട്ട് മുളക് പൊടി, ഉപ്പുപൊടി, ജീരകം പൊടിച്ചത്, ഇച്ചിരി ഗരം മസാല. ഈ ജീരകം പൊടിച്ചതും ഗരം മസാലയൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഇടരുത്. ഇനി നമുക്കിതിനകത്തോട്ട് ഇച്ചിരി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് ഇളക്കാം. എരിവൊക്കെ അനുസരിച്ച് ആണ് മുളക് പൊടി ഇടേണ്ടത്. നമ്മൾ കുഴച്ച് വെച്ച ആട്ട എടുത്തിട്ട് ഒരു ബോൾ ഉണ്ടാക്കിയിട്ട് തണ്ട് ഇതുപോലെ കാണിക്കുന്നത് പോലെ അതിനകത്തോട്ട് ഒരു കുഴി കുഴിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ് അതിനകത്തോട്ട് നിറച്ചിട്ട് അതിനകത്ത് വെച്ചിട്ട് ഉരുട്ടി ഇങ്ങനെ എടുക്കണം. ഇത് കാണിക്കുന്ന പോലെ ചെയ്യണം. പൊടിയിലോട്ട് മുക്കി ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ട് പരത്തിയെടുക്കണം. ഇങ്ങനെ പരത്തുമ്പം ഒരുപാട് പ്രസ് ചെയ്ത് പരത്തരുത്. നമുക്കിനി ഇത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാമേ. ഇത് ഇടുന്ന ഉടനെ ഉണ്ടല്ലോ ഇതിനെ ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അനക്കണം, അല്ലെങ്കിൽ ആ പറ്റി പിടിക്കും. നമുക്ക് അപ്പുറം ആദ്യം ഇട്ട സൈഡ് ഒന്ന് തിരിച്ചിടാം. നമ്മുടെ 2 സൈഡും മുരിഞ്ഞു കഴിഞ്ഞപ്പോൾ നെയ്യോ എണ്ണയോ എന്തോ വന്ന് വെച്ചാൽ ഇത് തേച്ച് കൊടുക്കണം. ഞാനിപ്പോൾ നെയ്യാണ് തേച്ചത്. ഇത് തന്നെ പൊങ്ങി വരും. തിരിച്ചിട്ടു അതുപോലെ തന്നെ നമുക്ക് നെയ്യ് തേച്ചെടുക്കാം. രണ്ട് സൈഡും നെയ്യ് തേച്ചിട്ട് മുരിച്ചെടുക്കണം. ഇതുപോലെ ഒരു സ്പൂണ് നെയ്യൂടെ മണ്ടയിലോട്ട് വെക്കണം. ഒരെണ്ണവും കൂടെ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി കാണിക്കാം. ഇതുപോലെ ബോൾ എടുത്തു, നടുവിലൊരു കുഴി കുഴിച്ചു, എന്നിട്ട് ഇതുണ്ടിങ്ങനെ മസാല നിറച്ചിട്ട് മേളിലിങ്ങനെ ചുരുട്ടി ചുരുട്ടി വരുമ്പോൾ ആട്ട ബാക്കി വരും, അതിങ്ങനെ എടുക്കണം. അല്ലെങ്കിൽ അവിടെ
കട്ടിയായിട്ടിരിക്കും. പതുക്കെ പരത്താവൂ, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. രണ്ടെണ്ണം ഉണ്ടാക്കിയെടുത്താൽ ഇതുപോലെ മുറിച്ച് കാണിക്കാം. ഉണ്ടോ, ഇങ്ങനെ അകത്തെല്ലാം ഫില്ലായിട്ടിരിക്കും. അതല്ല എങ്കിൽ ഒന്നുകൂടെ കാണിക്കാം. കണ്ടോ, മസാല എല്ലായിടത്തും ആയിട്ടുണ്ട്. നല്ലതാണ് കഴിക്കാൻ. തൈരും വെളുത്തുള്ളിയുടെ ചട്നിയും വെച്ചിട്ടാണ് ഞാൻ സെർവ് ചെയ്തിട്ടേക്കുന്നത്. നമുക്കിതിൻ്റെ കൂടെ ഗ്രീൻ ചട്നി വേണമെങ്കിലും എടുക്കാം. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.